നമ്മളൊരു അടിപൊളി ഇത് നെയ്മീൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ നെയ്മീനിനെ നമുക്കൊന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇതിനെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്ത് നല്ല സെറ്റാക്കി ക്ലീനാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല, മുഴുവനെ തന്നെ മുറിച്ച് അതേപോലെ തന്നെ വൃത്തിയാക്കി നമുക്കതെടുക്കാം. കുറച്ച് വാഴയില വേണം, ഒരു 2-3 വാഴയില. അതുകൊണ്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. രണ്ട് വാഴയില എടുത്തു. ഇനി ഒരു ഇലയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സെറ്റ്. 3 വാഴയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി നെയ്മീൻ കൊണ്ട് ഒരു പൊള്ളിച്ചതാണ്. അതായത് ഫോയിൽ പേപ്പറൊക്കെ ചുറ്റി നല്ല രീതിയിൽ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് കനലൊക്കെ ആക്കിയിട്ട് തീ കനലിലിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കാം. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് നേരെ സ്പോട്ടിലേക്ക് പോകാം. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. സൂപ്പറായിരിക്കും. ഇതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയായിരിക്കും. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. മീൻ കഴുകി വൃത്തിയായി സെറ്റായി. മസാല കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് അവിടെ പോയിട്ട്. ആണ് മീൻ കഴുകി വൃത്തിയായ മീൻ നമുക്കിതുപോലെ ഒന്ന് 2 സൈഡിലും വരഞ്ഞെടുക്കണം നല്ല രീതിയിൽ. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് അകത്തൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലൊന്ന് അടുപ്പിച്ച് വരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് മസാല നമ്മൾ അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇത്രയും സാധനം അരച്ചെടുത്തതാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം മീനിൻ്റെ പുറത്ത്, പിന്നെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പുരട്ടണം നന്നായിട്ട്. ഉള്ളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് മസാല പുരട്ടി കൊടുക്കണം എല്ലായിടത്തും. ഇരുവശത്തും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കാം. സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ പുറത്ത് കൂടെ നമ്മൾ മസാലയുടെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. പിള്ളേരൊക്കെ നല്ല കളിച്ചിരിച്ച് നടപ്പുണ്ട്. നല്ലൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫാമാണ്, അതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു മൈസൂറിലാണ് നമ്മൾ ചെയ്യണത് ഈ വീഡിയോ. അപ്പോൾ കന്നഡയിലാണ് അധികം ആൾക്കാർ സംസാരിക്കുന്നത് ഇവിടെ. നമുക്കൊരു സവാള പൊളിച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ മീനിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഒരു 2-3 കഷ്ണം ഇങ്ങനെ മുകളിലും കൂടെ വയ്ക്കാം നമുക്ക്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. നല്ല ഇളനീരൊക്കെ കയ്യിൽ കിട്ടുന്ന അത്രയും പൊക്കത്തിൽ തന്നെ നിൽക്കുന്നത്, വലിയ പൊക്കത്തിലില്ല. ഇത് മൈസൂരിലെ ഒരു ഫാമാണ്. അടിപൊളി, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ ഇനി നമുക്ക് തീക്കനൽ റെഡിയാക്കണം. അതിനുവേണ്ടി തീ കത്തിക്കാൻ വേണ്ടി കുറച്ച് മടലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം.
തീ കത്താൻ വളരെ എളുപ്പമാണ്. കാരണം ചൂട്ടും ഉണങ്ങിയ ഇല, നല്ല വെയിലാണ്, അപ്പം എളുപ്പത്തിൽ തീ കത്തിക്കോളും. അപ്പോൾ സെറ്റ്. ഇനി കനലൊക്കെ റെഡി ആവണം. അതിന് കുറച്ച് ചകിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വാഴയില നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഫോൾഡ് ചെയ്യുമ്പം ഇല കീറിപ്പോവും, അതുകൊണ്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റും ആവുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് വാട്ടിയ വാഴയിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഈ കുറച്ച് മസാല ഇവിടെ ഉള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് എടുത്തിട്ട് വേറൊരു ഇല വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുക. ഇതിനെ ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഫോയിൽ പേപ്പറിൽ ചുറ്റണം. തീയൊക്കെ കത്തി സെറ്റായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കനലാവുന്നിട വരെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഈ റാപ്പ് ചെയ്യാം. ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ റാപ്പ് ചെയ്തെടുക്കാം. അത്യാവശ്യം 3-4 ലെയറായിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ ഇടുന്നുണ്ട്. ഇപ്പോൾ ഫോയിൽ പേപ്പറൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീക്കനലിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു അരമണിക്കൂറോളം വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നേരെ നമുക്ക് തീക്കനലിലേക്ക് വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. തീക്കനൽ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീക്കനലിലേക്ക് വെക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിരത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ആറിക്കിട്ടും. അതായത് തീ അണഞ്ഞു കിട്ടും. കനലൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നിരത്തിയിടാം നമുക്ക്. ഇപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഫോയിൽ പേപ്പറിൽ ചുറ്റിയ മീനിന് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ചുറ്റും നമുക്ക് കനൽ വെച്ച് കൊടുക്കാം. നല്ല രീതിയിൽ കനൽ ചുറ്റും മുകളിലും ഒക്കെ വെച്ച് നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ബാക്കിയുള്ള കനലൊക്കെ നമുക്ക് ഇതിന് ചുറ്റും വയ്ക്കാം. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. കനലൊക്കെ കെട്ടു. നമുക്ക് മീനിനെ നമുക്ക് എടുക്കാം. അല്പം ചൂടുണ്ട്. ഇതൊന്ന് കുറച്ച് ആറിയതിന് ശേഷം നമുക്കൊന്ന് അഴിച്ചെടുക്കണം. ഇത് ഒരു നൂൽക്കമ്പി വെച്ച് ചുറ്റിയിട്ടുണ്ടായിരുന്നു ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്കൊന്ന് തുറന്നെടുക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം ഓപ്പൺ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല മസാല, വാഴയിലയുടെ ഫ്ലേവർ നല്ല അടിപൊളി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ മീറ്റ്. നല്ല അകത്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു മസാലയൊക്കെ. സംഭവം കിടക്കാച്ചയാണ്. സൂപ്പർ. ഒരു കഷ്ണം കൂടെ തിന്ന് നോക്കട്ടെ. സൂപ്പർ, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിനോട് നമുക്കൊന്ന്
എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. പുള്ളി കന്നഡയിലാണ് സംസാരിക്കുക, അതുകൊണ്ട് ഞാൻ അഭിപ്രായം ഞാൻ പറയാം മലയാളത്തിൽ എന്താണെന്നുള്ളത്. പുള്ളി നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഫാമിലിക്കൊക്കെ കൊടുത്തു നോക്കാം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.